ഉണ്ടായിരുന്ന ഡാഷ് ക്യാം ഒക്കെ എടുത്ത് കളയുകയാണ്. ഹീസിക്ക് ടീമും ഇപ്പോൾ സ്ഥലത്തെത്തി അന്വേഷണമൊക്കെ നടത്തുകയാണ്. അവിടെ ആകട്ടെ ഡാഷ് ക്യാമിന്റെ വിഷ്വൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതൊരു കാർ ആക്സിഡന്റ് ആണോ എന്ന് പോലും പലരും സംശയിക്കുന്നു. മരിച്ച ആരുടെയും ശരീരത്തിൽ വെടിയുണ്ട കണ്ടതായിട്ടൊന്നും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയുധമൊന്നും ഇല്ലാതെ ആയിരുന്നു ഒരാൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന കാര്യം അവർക്കും മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരാൾ ഇവരെ എല്ലാവരെയും തോൽപ്പിക്കണമെങ്കിൽ അത് ഷിയോ മാത്രമായിരിക്കുമെന്ന കാര്യവും ഹേസിക്കിന് നന്നായി തന്നെ അറിയാമായിരുന്നു. അമ്മയും ഫാമിലിയും കൂടി ചേർന്നിട്ട് ഹ്വാജയുടെ അടക്കൊക്കെ നടത്തുകയാണ്. ഹ്വാജയുടെ ഒരു ഫ്രണ്ടിനോട് ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നാംസോൺ പറയുമ്പോഴത്തേക്കും ശരിക്കും ഞങ്ങളായിരുന്നു നിന്റെ ഫാമിലിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളായിരുന്നു നിങ്ങളെ ചതിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതുപോലുള്ള മരണമായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ആൾ പറയുമ്പോഴത്തേക്കും ഈ ലോകത്തുള്ള ആരും തന്നെ ഇങ്ങനെ മരിക്കുവാനായിട്ട് പാടില്ല എന്ന് അമ്മയും പറയുന്നു. ഹ്വാജയുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടി ഇവിടേക്ക് ക്ഷണിക്കുവാനും കൂടി അമ്മ ആവശ്യപ്പെടുകയാണ്. ഹ്വാജ പോകുന്നതിന് മുമ്പായിട്ട് അവരെ എല്ലാവരെയും കാണുവാനായിട്ടുള്ളൊരു അവസരമൊക്കെ ഹ്വാജയ്ക്ക് ഒരുക്കി കൊടുക്കുവാനായിട്ടായിരുന്നു അമ്മ അങ്ങനെ ചെയ്യുന്നതും. നാംസോൺ ശരിക്കും ആരാണെന്നുള്ള കാര്യമൊക്കെ ഷിയോയുടെ അടുത്ത് പറയാതിരുന്നത് കൊണ്ടായിരുന്നല്ലോ അവൾ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൾക്ക് ഇതുപോലെ മാറുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എല്ലാവർക്കും മാറുവാനായിട്ടൊരു അവസരമൊക്കെ കൊടുക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ശരിയായിരുന്നു എന്നൊക്കെ അച്ഛനും ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അവൾക്കൊരു അവസരം കൊടുക്കാനായിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ അവൾ മരണപ്പെട്ടു പോയത്. അല്ലായിരുന്നുവെങ്കിൽ അവൾ ജയിലിലായിരുന്നെങ്കിൽ പോലും അവളുടെ ജീവനെങ്കിലും രക്ഷിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയും ഷിയോയുടെ അടുത്ത് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ബുസാനിൽ വെച്ച് നീ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒന്നിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡേറ്റ് ചെയ്യൊക്കെ ആയിരുന്നു എന്നൊക്കെ അച്ഛനും അമ്മയോട് ചോദിക്കുകയാണ്. പക്ഷെ അതൊരു സ്കാമറാണ്. അയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കുമാണ് അച്ഛനും ഒരു ആശ്വാസമൊക്കെ ആകുന്നത്. ഞാനിപ്പോൾ വളരെ വലിയൊരു ദൗത്യമാണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അതിനിടയിൽ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ നമ്മുടെ മക്കളെ നീ നന്നായിട്ട് വേണം നോക്കുവാനെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും നീ മരിച്ചാൽ ഞാൻ ആകെ തകർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും നീ ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ അച്ഛനും അമ്മയോട് പറയുന്നു. ആ പാർട്ട് ടൈമറുടെ സഹോദരൻ നാംസോണെ കോൾ ചെയ്യുകയാണ്. അതിനുശേഷം അവന് ലൈസൻസ് കിട്ടിയ കാര്യമൊക്കെ നാംസോണെ അറിയിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് ഡുഗോയുടെ സിഒനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കുമാണ് ഷിയോ നാംസോണെ തിരിച്ചറിഞ്ഞ കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. പാവേലും ഷിയോയും അത്ര നല്ല രീതിയിലൊന്നും അല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഷിയോനെ പെട്ടെന്ന് തന്നെ പിടികൂടുവാൻ സാധിക്കുമെന്നൊക്കെയാണ് ഹീസിക്ക് പറയുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് അവർക്കും നേരത്തെ ആ ഒരു ഡ്രഗ്സ് ഒക്കെ ഉണ്ടല്ലോ അത് വിൽക്കുന്ന VIP ക്ലയൻസിൻ്റെ ലിസ്റ്റൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ലിസ്റ്റൊക്കെ ഇംഗ്ലീഷ് പേരിലാക്കിയിട്ട് ഒരു റഷ്യൻ നമ്പറിൽ നിന്നും അവൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാനായിട്ടൊക്കെ ഹീസിക്കും ആവശ്യപ്പെടുന്നു. ഞാൻ ആരാണെന്നുള്ള സത്യമൊക്കെ ഇപ്പോൾ ഷിയോ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഷിയോ ഹ്വാജനെ കൊല്ലുകയും ചെയ്തു. ഇതിനു മുമ്പ് ഷിയോയ്ക്ക് എൻ്റെ അടുത്തൊരു ഡൗട്ടൊക്കെ തോന്നിയപ്പോഴത്തേക്കും ഹ്വാജയുടെ അടുത്തായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. അവളും അയാളുടെ അടുത്ത് കള്ളമൊക്കെ പറഞ്ഞത് കൊണ്ടായിരുന്നു ഇപ്പോൾ മരണപ്പെട്ടു പോയതും. എന്തായാലും അതിനുശേഷം അവളുടെ ഫോണിൽ നിന്നും തന്നെ എനിക്ക് ഷിയോ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നാംസോണും എല്ലാവരോടും പറയുകയാണ്. ഷിയോയും ഇപ്പോൾ ബിയോമിനെ ചെന്ന് കണ്ട അവളെയും കൊന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നാംസോണും ഷിയോനെ കോൾ ചെയ്യുന്നു. നീ എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതെ മറിച്ച് എൻ്റെ കൂടെയുള്ള ആളുകളെയൊക്കെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നത്? നിനക്ക് അത്രയ്ക്ക് ധൈര്യമില്ലാതായി പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ സംസാരിക്കുമ്പോഴത്തേക്കും നീ മനഃപൂർവ്വമായിരുന്നു എൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ടായിരുന്നോ നീ കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷിയോ ചോദിക്കുമ്പോഴത്തേക്കും നിന്നെ ജയിലിലേക്ക് അടയ്ക്കുവാനായിട്ടായിരുന്നോ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നാംസോണും പറയുകയാണ്. നമുക്ക് രണ്ടുപേർക്കും നേരിട്ട് കാണാമെന്നൊക്കെ നാംസോണും അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവനും ദേഷ്യപ്പെട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഹീസിക്ക് പറഞ്ഞതനുസരിച്ച് ഷിയോയ്ക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ലിങ്കൊക്കെ ഷിയോ ഓപ്പൺ ചെയ്യുന്നത്. സോ അങ്ങനെ ഷിയോയുടെ ഫോൺ ഇവരെ ഹാക്ക് ചെയ്യുകയാണ്. അവന് വരുന്ന കോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേൾക്കുന്നത്. നീ ആയിരുന്നോ ബിയോമിനെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ആരാണെന്ന് ഷിയോയും അന്വേഷിക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നോഷായിരുന്നു. ആർക്കും എന്നെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഒരിക്കലും പാവേലിൻ്റെ ഒരു അടിമയായിട്ട് മരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ആ കോൾ കട്ട് ചെയ്യുന്നു. ഹ്വാജയുടെ ഫോൺ ഒരു സ്ഥലത്തു നിന്നും ഓണായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാംസോണും ഹീസിക്കും ആ ഒരു ഫോണൊക്കെ കണ്ടെത്തുവാനായിട്ട് പോകുന്നു. ഡൂഗോവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഇപ്പോൾ നിയമിച്ചിട്ടുമുണ്ട്. നേരത്തെ ആ ഒരു പ്രോസിക്യൂട്ടർ പോലും ഇപ്പോൾ ഷിയോയ്ക്ക് എതിരായിട്ടൊക്കെ മൊഴി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഷിയോയ്ക്ക് ഒരു രീതിയിലും പുറത്തിറങ്ങുവാനായിട്ട് പോലും സാധിക്കാതെ അവനെ ഒരു ജിമ്മിലേക്ക് ഒളിച്ചിരിക്കുന്നു. ഷിയോയ്ക്കും യാത്ര ചെയ്യുന്നതിൽ വിലക്കൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യം വിട്ട് അവന് പോകുവാനായിട്ട് സാധിക്കുകയില്ല. പലരും പല രീതിയിലും അവനെ ട്രാക്ക് ചെയ്യുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിനും സാധിക്കുമായിരുന്നില്ല. അവനിപ്പോൾ എന്തായാലും പാവയിൽ പോലും അറിയാത്തൊരു സ്ഥലത്താണുള്ളത്. നമ്മൾ എത്രയും വേഗം അവനെ കണ്ടെത്തിയേ മതിയാകൂ എന്നൊക്കെ നാംസോണും ഹീസിക്കിനോട് പറയുകയാണ്. ഓപ്പലൻറ്റഡ് ആളും അമ്മേനെ ചെന്ന് കാണുന്നു. ബിയോം ഷിയോയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട കാര്യവും കൂടി അമ്മയോട് പറയുകയാണ്.
ഇപ്പോൾ എല്ലാവരും തന്നെ ഡൂഗോയ്ക്ക് എതിരായതുകൊണ്ട് തന്നെ ഡൂഗോയും എല്ലാ ഡീറ്റെയിൽസും നശിപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഇവർക്കും ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സൂസൻ ആയിരുന്നു ഡൂഗോയ്ക്ക് പണമൊക്കെ നൽകുന്ന ആളുകളിൽ ഒരാൾ. മാത്രമല്ല സൂസനും ബ്രെഡ്സോങ്ങും കണ്ടുമുട്ടിയിട്ടും ഉണ്ടായിരുന്നുവെന്നൊക്കെ ഇപ്പോൾ അയാളും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സൂസനും ബ്രെഡ്സോങ്ങിന് പണമൊക്കെ കൊടുത്തുവിടുന്നത് കാണിക്കുന്നു. ഷിയോയും ഒരാളെ കോൾ ചെയ്തിട്ട് എത്രയും വേഗം ഷിയോയ്ക്ക് ആ ഒരു ലാബിലുണ്ടായിരുന്ന സയന്റിസ്റ്റിനെയൊക്കെ കാണണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നാംസോണും ഷിയോ അയാളെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അയാളെ കണ്ടെത്തണമെന്നൊക്കെ പറയുകയാണ്. റെഡ് ഹീൽസ് എല്ലാവരുടെ തന്നെ ലിസ്റ്റൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രസിദ്ധീകരിക്കരുതെന്ന് അവൾ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരും അറിയാതെ അവരെയൊക്കെ രഹസ്യമായിട്ട് അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഹീസ്കം ഓർഡർ ഇടുകയാണ്. നാംസോന്റെ അമ്മയും മംഗോളിയയിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ നാംസോൺ അമ്മയെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ നാമിൻ്റെ കൂടെ ആയിരുന്നു അമ്മ എപ്പോഴും ഉണ്ടായിരുന്നതും. അമ്മ അന്ന് തന്നെ തിരിച്ചു പോകുമെങ്കിൽ പോലും ഒരിക്കൽ നാംസോൺ ബോയ് ഫ്രണ്ടിനെയുമായിട്ട് അമ്മേനെ കാണുവാനായിട്ട് എത്താമെന്നൊക്കെ അമ്മയോട് പറയുന്നുമുണ്ട്. ഇനി ആ ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളും ഇതിനു മുമ്പ് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അവരും മനസ്സിലാക്കുകയാണ്. സോ ആ ഒരു ഡ്രഗ്സ് ഉണ്ടാക്കിയതും പിന്നെ അതിൻ്റെ മറുമരുന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതും അയാൾ തന്നെയാണെന്നുള്ള കാര്യം ഹീസിക്കും ഉറപ്പിക്കുന്നു. അയാളെ വെച്ചിട്ട് പാവേലുമായിട്ട് ഏറ്റുമുട്ടാമെന്നായിരിക്കും ഒരു പക്ഷേ ഷിയോ ഓർക്കുന്നതെന്ന് കൂടി അവർ മനസ്സിലാക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും മറ്റാരും തന്നെ അറിയുവാനായിട്ട് പാടില്ല. അത്രയ്ക്ക് രഹസ്യമായിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. പിന്നെ സയൻറ്റിസ്റ്റിനെ എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അതുമാത്രമല്ല നാംസുള്ള ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരെയും നിങ്ങൾ ഫോളോവും ചെയ്യണമെന്നൊക്കെ ഷിയോയും ഫോണിൽ മറ്റാരോടോ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഷിയോയും പാവേലുമായി ബന്ധപ്പെട്ട മറ്റൊരാളെ കോൾ ചെയ്യുകയാണ്. ആ ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഡോക്ടർ ജോയ്ക്ക് മാത്രമാണ്. അയാളുള്ളത് എൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ രക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെയാണ് പാവേലിൻ്റെ അടുത്ത് ഷിയോ പറയുന്നതും. പക്ഷെ അവർക്ക് ഷിയോയുടെ അടുത്ത് നിന്ന് ഒരു പ്രൂഫിൻ്റെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എവിടെയാണുള്ളതെന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ഷിയോയും അയാളുള്ള ശരിക്കുമുള്ള കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഷിയോയുടെ കൂടെയുള്ള ആൾ വന്നിട്ട് നാംസുന്റെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ സിയോളിലുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അവരെ എല്ലാവരെയും കൊല്ലുവാനായിട്ടും ഷിയോ ആവശ്യപ്പെടുന്നു. മാത്രമല്ല നാംസോന്റെ മംഗോളിയയിലുള്ള അമ്മേനെ കുറിച്ച് കൂടി അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സയന്റിസ്റ്റുള്ള സ്ഥലമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നാംസോണും ഹീസക്കിന് മുമ്പായിട്ട് തന്നെ ഓടി ആ ഒരു സ്ഥലത്ത് അടുത്തെത്തുന്നു. സയന്റിസ്റ്റ് കടലിൽ നിൽക്കുന്നതെല്ലാം തന്നെ നാംസോൺ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റഷ്യൻ ടീം അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അയാളുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അമ്മയും ന്യൂസ് റീഡറിനോട് ഇത് നമ്മുടെ അവസാനത്തെ ന്യൂസ് ആണെന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ കൂടി അമ്മ അയാളോട് പറയുന്നു. സോവും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ ചാനലിലെ ന്യൂസൊക്കെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് ആ ന്യൂസും കാണുകയാണ്. ഡൂഗോയുമായി ബന്ധപ്പെട്ട ഡ്രഗ്സിൻ്റെ കാര്യമൊക്കെ ഡീൽ ചെയ്യുവാനായിട്ടായിരുന്നു ഞങ്ങൾ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശമൊക്കെ നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് അവസാനിപ്പിക്കാനും പോകുന്നു. അയാളും പെട്ടെന്ന് തന്നെ ഷർട്ടൊക്കെ എടുത്തു മാറ്റിയിട്ട് ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കോമഡി പ്രോഗ്രാംസും ഡോക്യുമെൻ്ററിയൊക്കെ നടത്തുന്നതായിരിക്കുമെന്നും വിളിച്ചു പറയുന്നു. അങ്ങനെ സൂവോ അമ്മേനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. പക്ഷെ അവിടെയുള്ള സ്റ്റാഫ്സ് അവർ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ സൂവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അറിയില്ല എന്ന രീതിയിൽ മാത്രമാണ് ഇരിക്കുന്നത്. പക്ഷെ അമ്മേനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം തന്നെ നോയിനെക്കുറിച്ചും അവൻ ഓർത്തു പോകുന്നു. പണ്ട് സൂവിന് വീടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കൂടെ ആയിരുന്നു അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നതെന്നും പിന്നീട് പണവും പ്രശസ്തിയൊക്കെ വന്ന സമയത്ത് ആ സ്ത്രീനെ ഉപേക്ഷിച്ച് പോയതാണെന്നുമുള്ള വാർത്ത കൂടി ആകെ പടർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ആ ഒരു ഡ്രാമയിൽ നിന്നും പോലും അവർ പിരിച്ചുവിടുന്നു. ആ ഒരു ഡ്രാമ മാത്രമായിരുന്നില്ല, അവനുമായി ബന്ധപ്പെട്ട എല്ലാ കോൺട്രാക്റ്റും ഇപ്പോൾ പല കമ്പനീസും ഇല്ലാതാക്കിയിരിക്കുകയാണെന്നുള്ള വാർത്ത കൂടി അവൻ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവൻ ആകെ ഞെട്ടുകയാണ്. ഷിയോനെ വീണ്ടും ആ റഷ്യക്കാരൻ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെയൊന്നും ആരെയും കാണുവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. സോ അങ്ങനെ സയൻറ്റിസ്റ്റിനെ അവർക്ക് നഷ്ടമായെന്ന കാര്യം ഷിയോ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അവന് ഒരു സംശയമൊക്കെ തോന്നുന്നത്. നിങ്ങൾ എനിക്കിതിനു മുമ്പ് ക്ലയൻറ്റിൻ്റെ ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഷിയോയും അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ മാത്രമായിരുന്നു അവരങ്ങനെ ഒരു ലിസ്റ്റും അയച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ ഷിയോയും മനസ്സിലാക്കുന്നത്. ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.